ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ രമീഷ്. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് വെച്ചാൽ നമ്മളെല്ലാവരും ആവശ്യത്തിനും അനാവശ്യത്തിനും വീഡിയോകൾ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യും. അതിൻ്റെ പരിണിത ഫലം ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കാം. ചിലപ്പോൾ നല്ലത് നടക്കും, ചിലപ്പോൾ മോശം പ്രവൃത്തി നടക്കും. നമ്മൾ ഈ അടുത്തിടെയായി ചില പെട്രോൾ പമ്പുകളുടെ നിസ്സഹരണം പ്രവർത്തനങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്തു. നമ്മൾ ചിലപ്പോൾ ഇന്ന് ഒരു പമ്പിൽ ചെല്ലുമ്പോൾ അവിടെ മറ്റുള്ള അസൗകര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ അവർ നമുക്ക് തന്നില്ല എന്ന് വെച്ചിട്ട് ആ റൂട്ടിലെ എല്ലാ പമ്പുകാരും അങ്ങനെയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ പുറത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ജോലി ചെയ്തത് IAL എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലായിരുന്നു. ഞാൻ അവിടുത്തെ ചെയർമാൻ്റെ ഡ്രൈവറായിരുന്നു. എനിക്ക് അങ്ങ് കൊച്ചിയിൽ നിന്ന് കാസർഗോഡ് വരെയും കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം വരെയും ഞാൻ മാസത്തിൽ 2-3 വട്ടം സ്ഥിരമായി കാറിൽ യാത്ര ചെയ്യാറുണ്ട്. അവരുടെ പ്രീമിയം കാർ ഓടിക്കുകയും ഞാൻ സാറിനെ കൊണ്ട് പോകാറുണ്ട്. എനിക്ക് ഇന്നേ വരെ കേരളത്തിനകത്ത് ഒരു അതായത് കൊച്ചിയിൽ നിന്ന് നമ്മൾ കാസർഗോഡ് പോകുമ്പോഴും കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം പോകുമ്പോഴും ഒരു പെട്രോൾ പമ്പിൽ പോലും ഇങ്ങനത്തെ ഒരു നിസ്സഹകരണം അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് അവർ തുറന്നു തരാതിരിക്കുന്ന ഒരു പ്രവണത എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ചിലവർക്കത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവർ നേരെ അത് പോസ്റ്റ് ചെയ്തു. അതിൻ്റെ ബാക്കി പത്രം എന്നോണം ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നു. ഇത്തരം പെട്രോൾ പമ്പുകൾ ഉപഭോക്താക്കൾക്ക് മാത്രമാക്കി ചുരുക്കി. ഇതിൻ്റെ സത്യാവസ്ഥ വെച്ച് കഴിഞ്ഞാൽ ഈ പെട്രോൾ പമ്പിലെ ടോയ്ലറ്റുകൾ സാധാരണ ഒരു പൂട്ടിയിടാറ പതിവ്. നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് താക്കോല് തരും, നമുക്ക് തുറന്ന് അത് ഉപയോഗിക്കാം. നമ്മൾ ഒരു വഴിയാത്രികർ അല്ലെങ്കിൽ വഴിപോക്കർക്ക് പോലും അത് ഉപയോഗിക്കാമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഏതൊരു പമ്പിലും ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ ഒരു വാഹനവുമായി ചെല്ലുന്ന ഡ്രൈവർമാർക്ക് അവർ തുറന്നു കൊടുക്കും. അത് എല്ലാ പമ്പുകളിലും അതിപ്പോൾ അവർ ഡീസൽ അടിക്കുകയോ ഫ്യൂല് നമ്മൾ എടുത്തില്ലെങ്കിൽ പോലും അവരത് ചെയ്തു തരുമായിരുന്നു. ഇനി അത് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല. എന്നാലും എല്ലാ മലയാളികൾ നടത്തുന്ന പമ്പുകളും അങ്ങനെ ആവണമെന്നില്ല, അവർ തുറന്നു തരുമായിരിക്കും. പക്ഷേ ഹൈക്കോടതി വിധി ഉള്ളതുകൊണ്ട് നമുക്ക് ഇനി അത് അവരോട് ചോദിക്കാൻ പറ്റില്ല. എല്ലാ പമ്പിലും പോയി ഡീസൽ അടിക്കേണ്ടയോ പെട്രോൾ അടിക്കുകയോ ഫ്യൂൽ എടുക്കേണ്ട ആവശ്യം വരും. അത് നമ്മളെപ്പോലെ കുറച്ച് പേരുടെ അറിവില്ലായ്മ കൊണ്ടോ അവിവേകം കൊണ്ടോ ഉണ്ടാകുന്നതാണ്. മലയാളി പ്രബുദ്ധരാണെങ്കിലും നമുക്ക് വേറൊരാളോട് എങ്ങനെ പെരുമാറാം എന്നുള്ളൊരു സാമാന്യ മര്യാദ നമ്മൾ ഒരു സ്ഥലത്തും പാലിക്കാറില്ല. ഒരു പെട്രോൾ പമ്പിൽ ചെന്നു, അവിടുത്തെ അസൗകര്യം നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ മറ്റൊരു പമ്പിൽ ചെന്നാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യും. പക്ഷേ നമ്മളത് ചെയ്യില്ല. നമുക്ക് വിവേകം കുറവാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം അപ്പം നമുക്ക് നടക്കണം. എന്നാൽ സമൂഹത്തിന് ഗുണമുള്ളൊരു കാര്യം ചെയ്യാനായിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയോ അത് 10 ആൾ കാണുകയോ ഇല്ല. താനും നമ്മളൊരു ഇങ്ങനത്തെ വീഡിയോസ് അല്ലെങ്കിൽ വേറെ മറ്റു രീതിയിലുള്ള വീഡിയോ ആണെങ്കിൽ അത് പെട്ടെന്ന് എല്ലാവരും കാണുകയും അത് സമൂഹത്തിലേക്ക് എത്തുകയും ചെയ്യും. മലയാളി വിവേകവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെങ്കിലും ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറാം എന്നുള്ളത് ഇപ്പോഴും വളരെ കുറവ് ആളുകളിലാണ്. നമ്മൾ കാണാറില്ലേ, റോഡ് സൈഡിൽ വഴക്കിടുന്ന ആൾക്കാർ ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിൽ തെറിയാ റോട്ടിൽ കിടന്ന്. അപ്പോൾ ഇതാണ് സാധാരണ ഒരു ശരാശരി മലയാളികളുടെ അവസ്ഥ. നമുക്കതിൽ നിന്നൊരു മാറ്റം വരണം. നമ്മൾ സംസാരിക്കുന്ന കാര്യം പെട്രോൾ പമ്പിനെ പറ്റിയാണ്. നമ്മളൊരു പമ്പിൽ ചെന്നു, നമുക്ക് അവിടെ നിന്ന് അത് സൗകര്യപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ അവിടുത്തെ ജോലിക്കാരെയും അവിടുത്തെ മാനേജ്മെൻറ്റിനെയൊക്കെ എതിരെ പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് ആ പെട്രോൾ പമ്പിന് നമ്മൾ മോശക്കാരാക്കാണ്. പക്ഷെ അവർ എത്രയോ നല്ല മനുഷ്യരായിരിക്കും നമുക്ക് അറിയോ. അവർ ചിലപ്പോൾ അവരിൽ നിന്ന് ഇതിൽ നല്ല പ്രവർത്തികൾ നമ്മൾ ആരും കാണാതെ പോയിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മുടെ സോഷ്യൽ മാധ്യമം വഴി നമ്മൾ ആളുകൾ വെറുതെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒരു ആവശ്യമില്ലാതെ ഇവരെയൊക്കെ അപകീർത്തിപ്പെടുത്തി സമൂഹത്തിൽ അവരെ മോശക്കാരാക്കാണ്. ഇനിയെങ്കിലും പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ സമൂഹത്തിന് നന്മയുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യും, മറ്റുള്ളവരെ വെറുതെ ഉപദ്രവിക്കാതിരിക്കുക. ഇപ്പോൾ ഈ ഹൈക്കോടതി വിധി കൊണ്ട് ഇനി ചിലപ്പോൾ അവർ പെട്രോൾ പമ്പിൽ താക്കോല് ഇട്ട് ടോയ്ലറ്റുകൾ പൂട്ടിയിടും. നമ്മൾ ചെന്ന് ചോദിച്ചാൽ തരാതിരിക്കാം, അത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ വലിയൊരു സൗകര്യമാണ് ഈ സോഷ്യൽ മീഡിയ വഴി നമ്മുടെ പൊന്നു സുഹൃത്തുക്കൾ ഇല്ലാതാക്കിയത്. കാരണം ദീർഘദൂര യാത്രയിൽ പുരുഷന്മാർക്ക് വഴിയരികിൽ ഇരുന്നെങ്കിലും ചെയ്യാം. പക്ഷേ സ്ത്രീകൾ, നിങ്ങൾ അവരെ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ സമൂഹത്തിന് മാതൃകയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി ചെയ്യുക. ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഒഴിവാക്കി കളയുക. കാരണം നമുക്കൊരാളുടെയും നന്മ തിരിച്ചറിയാൻ പറ്റില്ല, തിന്മ മാത്രമേ നമ്മൾ കണ്ടെടുക്കാറുള്ളൂ. അവരെത്രയോ നന്മ ചെയ്തിട്ടായിരിക്കും ആ
ചിലപ്പോൾ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി അത് അടച്ചിട്ടത്, അല്ലെങ്കിൽ നമ്മളോട് അത് പറ്റില്ല എന്നൊരു വാക്ക് പറയുന്നത് ചിലപ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. നമ്മളത് മനസ്സിലാക്കുക. നമ്മൾ ഓരോരുത്തരും സമൂഹത്തിന് മാതൃകയായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോൾ ടാറ്റ ബൈ ബൈ.